order on WhatsApp. രാജാവേ, വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞ അനുസരിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങയെ വധിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ദ്വന്ദ്വയുദ്ധത്തിനായി അദ്ദേഹം ഇങ്ങോട്ട് പുറപ്പെടുന്ന വാർത്ത അറിയിക്കാനാണ് എന്നെ അയച്ചിരിക്കുന്നത്. എന്ത്? കൊട്ടാരവാസികളെ ദുഃഖത്തിലാഴ്ത്തി സുമന്ദർ മടങ്ങിപ്പോയി. നാഥ, അച്ഛനെ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. അരുത് മക്കളെ, അങ്ങനെ പറയരുത്. അദ്ദേഹം നമ്മുടെ ദൈവമാണ്. ഞാൻ നിരപരാധിയാണെന്ന് ശ്രീരാമചന്ദ്രനെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ വേഗം പുറപ്പെട്ടോളൂ. യയാതി അയോധ്യയിലേക്ക് തിരിച്ചു. മാർഗമധ്യേ കാശിരാജനല്ലേ വരുന്നത്? ഒരല്പം പണിയുണ്ട്. നാരായണ നാരായണ. നാരദരെ കണ്ട രാജാവ് രഥത്തിൽ നിന്നിറങ്ങി വന്ദിച്ചു. നാരായണ നാരായണ, അങ്ങ് എങ്ങോട്ടാണ് യാത്ര? മഹർഷേ, അങ്ങെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അല്ല രാജാവേ, ആപത്സന്ധിയിൽ അങ്ങയുടെ സദ്ബുദ്ധി നശിച്ചുവോ? കൊല്ലാനൊരുങ്ങുന്ന ആളിനോട് കരുണയാചിക്കുകയോ? ബുദ്ധിമുഷം. ശ്രീരാമചന്ദ്രനെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങോട്ട് ചെന്ന് മരിക്കാം എന്ന് വെച്ചു അല്ലേ? അദ്ദേഹം മാപ്പ് തരുമെന്ന് തോന്നുന്നുണ്ടോ? കഷ്ടം കഷ്ടം. എനിക്ക് മറ്റൊരു വഴി പറഞ്ഞു തരൂ മഹാമുനെ. ഞാനൊരു ഉപായം പറയാം, കേൾക്കൂ. അങ്ങ് അഞ്ജനാദേവിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലൂ. അവരുടെ പുത്രനാണ് ചിരഞ്ജീവിയായ ഹനുമാൻ. ദേവിയുടെ അടുക്കൽ അഭയം തേടുക. മറ്റു മാർഗമില്ല. നന്ദി മഹർഷേ.